ഇന്നത്തെ എക്സലിൻ്റെ ക്ലാസ്സിൽ ഡാറ്റ റിബണിലുള്ള വാട്ട് ഈഫ് അനലൈസിസ്, ഡാറ്റ റിബണിലെ വാട്ട് ഈഫ് അനലൈസിസിൽ 3 കാര്യങ്ങൾ, ഒന്ന് ഗോൾ സീക്ക്, സെനാരിയോ മാനേജർ, ഡാറ്റ ടേബിൾ, 3 കാര്യങ്ങൾ എടുക്കുന്നത് ഡാറ്റ റിബൺ അല്ലെങ്കിൽ ഡാറ്റ മെനു എന്ന് പറയും. ഇതിനകത്ത് വാട്ട് ഈഫ് അനലൈസിസ് ഉണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ഗോൾ സീക്കാണ്. ഗോൾ സീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 സംഖ്യകൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കുക. നമ്മൾ ഈക്വൽ ടു ഇത് പ്ലസ് ഇത് A1 പ്ലസ് B1. A1ൽ 10 ആണ്, B1ൽ 5 ആണ്. അപ്പോൾ എൻ്റർ അടിച്ചു, ആൻസർ വന്നു 15. ആഡ് ചെയ്യൽ മാത്രമല്ല, മൾട്ടിപ്പിളോ അതുപോലെ ഡിവിഷനോ അതുപോലെ സബ്സ്ട്രാക്റ്റ് ആവാം. ഇതിനകത്ത് നമ്മൾ ഈ 10 പ്ലസ് 5 15 ആണ്. ഇനി നമുക്ക് ഇവിടെ ഈ 15 ഉള്ളത് 20 ആക്കണം, 20 ആക്കണം. അപ്പോൾ 20 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ഈ സെല്ലിലെ സംഖ്യ മാറണം, അതുമല്ലെങ്കിൽ ഈ സെല്ലിലെ സംഖ്യ മാറ്റണം. ഇവിടെ 20 ആക്കണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ 10 ആവണം, അപ്പോൾ 10ഉം 10ഉം 20 ആവും. അതല്ലെങ്കിൽ ഇവിടെ 15 ആവണം, 15ഉം 5ഉം 20 ആവും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഉള്ള ഒരു സെല്ലിലെ, ഫോർമുല ഉള്ള ഒരു സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾ സീക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇതിലേതെങ്കിലും ഒരു വാല്യൂ മാറുന്ന സമയത്താണ് ഇവിടെ വാല്യൂ മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ വില ഈ 15 എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ഡാറ്റ എന്ന റിബൺ ക്ലിക്ക് ചെയ്തു, വാട്ട് ഈഫ് അനലൈസിസ്, അതിനകത്ത് ഗോൾ സീക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. സെറ്റ് സെൽ എന്നുള്ള ഈ ചേഞ്ച് ചെയ്യേണ്ട സെല്ലാണ്, അതവിടെ വന്നിട്ടുണ്ട്. C1 എന്ന് വന്നിട്ടുണ്ട്. ടു വാല്യൂ നമ്മൾ 20 ആക്കണമെങ്കിൽ ടു വാല്യൂ എത്രയിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഈ സെല്ലിലെ വില അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഇത് എന്താക്കി മാറ്റണം. ടു വാല്യൂ ഞാൻ 50 എന്നുള്ളത് 20 ആക്കണം, 20 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. 20 എന്ന് കൊടുത്തു. ഇനി ഇവിടെ പറയുന്നത് ബൈ ചേഞ്ച് ഇൻ സെൽ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഏത് സെല്ലാണ് മാറ്റേണ്ടത്? ഒന്നുകിൽ 10 മാറ്റാം, അല്ലെങ്കിൽ 5 മാറ്റാം. അപ്പോൾ 5 ആണെങ്കിൽ 5 എന്നുള്ള സെല്ല് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബൈ ചേഞ്ച് സെൽ, ഏത് സെല്ല് ചേഞ്ച് ചെയ്യണം? അപ്പോൾ ഈ 5 എന്നുള്ള സെല്ല് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ 20 ആക്കണം എന്നാണ് പറയുന്നത്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 20 ആയി. ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 10, ഇവിടെ 5 എന്നുള്ളത് 10 മാറി. 10ഉം 10ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ആണ്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഒരിക്കൽ കൂടി പറയാം. ഈ സെല്ല് ആദ്യം ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു ഇക്വേഷൻ വേണം, ഫോർമുല വേണം. ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. A1 പ്ലസ് B1 എന്ന ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷനുള്ള അല്ലെങ്കിൽ ഫോർമുല ഉള്ള സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യുക. ഡാറ്റ റിബൺ, വാട്ട് ഈഫ് അനലൈസിസ്, ഗോൾ സീക്ക്. ഇനി ഇവിടെ ടു വാല്യൂ നമുക്കിവിടെ 15 എന്നുള്ളത് 10 ആക്കണമെങ്കിൽ 10 ആക്കി മാറ്റണം, 10 ആക്കി മാറ്റണം. ബൈ ചേഞ്ച് സെൽ, അതിൽ ഈ സെല്ല് ക്ലിക്ക് ചെയ്തു, ഈ സെല്ല് മാറ്റിക്കൊണ്ട്. അപ്പോൾ ഈ സെല്ലിലെ സംഖ്യ ഇപ്പോൾ 10 ആണ്, അത് ചേഞ്ച് ആവും. അതോടൊപ്പം തന്നെ ഈ വാല്യൂ 10 ആയിട്ട് മാറും. ഇനി ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 5, 5ഉം 5ഉം ആഡ് ചെയ്താൽ 10 ആയി മാറി. ഇതാണ് ഗോൾ സീക്ക്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ ടേബിൾ. ഡാറ്റ ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോൺ എമൗണ്ട് ആണ്, 1 lakh ഉണ്ട്. ഇൻട്രസ്റ്റ് 10% ആണ്. ഇയർ 1 ഇയർ, ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്ങനെ കാണാം? ലോൺ എടുത്ത എമൗണ്ട് 1 lakh, 10% പലിശയാണ്. ഒരു വർഷത്തേക്കാണ് എടുത്തെങ്കിൽ പലിശ എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈക്വൽ ടു ഈ സെല്ല്, ദാറ്റ് മീൻസ് 1 lakh ഇൻറ്റു ഗുണിക്കണം ഈ സെല്ല് 10% പലിശ ഇൻറ്റു ഗുണിക്കണം ഇയർ 1 ഇയർ. ഇത് 3ഉം കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള പലിശ ഇവിടെ കാണാൻ സാധിക്കും, 10,000. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള പലിശ എങ്ങനെയാണ്? ഒരിക്കൽ കൂടി പറയാം. ഈക്വൽ ടു ഈ സെല്ല് ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം ഈ സെല്ല് ഗുണിക്കണം
ഈ സെല്ല്, ഈ 3 സെല്ലും കൂടി മൾട്ടിപ്പിൾ ചെയ്തു ആൻസർ കിട്ടാൻ വേണ്ടി എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കുള്ള 10% വെച്ചുള്ള പലിശയാണ്. ഒരു വർഷത്തേക്ക് 10% വെച്ചുള്ള പലിശയാണ് ഈ സാധനം കാണുന്നത്. ഇവിടെ കാണുന്നത് 10,000 കാണുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്, 4 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അതും 10% കാണണം, 12% കാണണം. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെല്ലിൻ്റെ ഈ റോ തന്നെ ആവണം, ഈ റോയിൽ തന്നെ ആവണം. ഇവിടേക്ക് മേലോട്ടോ താഴോട്ടോ ആവാൻ പാടില്ല, ഈ റോയിൽ തന്നെ വേണം. അതുപോലെ തന്നെ എമൗണ്ട് ഈ ഇയർ സെല്ലുകൾ ഈ 10,000 താഴെ ആവണം, അല്ലാതെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഒന്നും ആവാൻ പാടില്ല. ഈ 10,000 താഴോട്ട് കൊടുക്കുക, അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടും കൊടുക്കുക. ഇനി ഇവിടെ ഒരു വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്, 4 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അതും 10% ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 12% കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്, ഫോർമുല കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ സെല്ലടക്കം ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഈ സെല്ല് മുതലാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല, ഇങ്ങനെയും അല്ല, ഇവിടെ മുതൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റ റിബണിൽ എടുക്കുക. ഡാറ്റ റിബണിൽ വാട്ട് ഈഫ് അനലൈസിസ് ഡാറ്റ ടേബിൾ. അപ്പോൾ ഇതുപോലൊരു സംഭവം വന്നു. ഇതിനകത്ത് റോ ഇൻപുട്ട് സെൽ, റോ എന്ന് പറഞ്ഞതാണല്ലോ 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ, 5th ഇയർ. അപ്പോൾ റോയിൽ വരുന്നത് ഇയറുകളാണ്, വർഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇയറിൻ്റെ ഈ സെല്ല് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഈ ഇയറിൻ്റെ 1 എന്നുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുക. അല്ലാതെ ഇവിടെ അല്ല സെലക്ട് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത് ഇയറിൻ്റെ ഈ 1ൽ ക്ലിക്ക് ചെയ്തു. ഇനി കോളം ഇൻപുട്ട് സെൽ, കോളം ഇൻപുട്ട് സെൽ, കോളം 10%, 12% ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പേഴ്സൻറ്റേജിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പേഴ്സൻറ്റേജിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടുത്തെ പേഴ്സൻറ്റേജിലല്ല. ഈ പേഴ്സൻറ്റേജ് ക്ലിക്ക് ചെയ്തു. ഇനി ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. 10% ഒരു വർഷത്തേക്ക് 10,000. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇവിടെ കണ്ടതാണ്. അപ്പോൾ 10% വെച്ചിട്ട് ഒരു വർഷത്തേക്കുള്ള പലിശയാണ് ഇവിടെ 10,000. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്ക് അതിൻ്റെ ഡബിളാണ് വരിക, 20,000. 3 വർഷത്തേക്ക് 30,000, 4 വർഷം 40, 5 വർഷത്തെ 50. ഇനി 12% വെച്ചുള്ള പലിശയാണെങ്കിലോ ഒരു വർഷത്തേക്ക് 12,000, 24,000, 36, 48, 60 ഇങ്ങനെ വരും. ഇനി ഇവിടെ നമ്മൾ പേഴ്സൻറ്റേജ് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ 8% ആക്കി, 8% എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചാൽ 8%ൻ്റെ പലിശയുടെ എമൗണ്ട് ഇവിടെ കാണിച്ചു തരും. ഇങ്ങനെയാണ് ഡാറ്റ ടേബിളിൻ്റെ ഉപയോഗം. ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടേബിൾ ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി പറയാം, ഇവിടെ നമ്മൾ വർഷങ്ങൾ കൊടുത്തു, 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം കൊടുത്തു. ഇവിടെ നമ്മൾ ശതമാനം കൊടുത്തു, 8%, 10%, 12% ഇങ്ങനെ ശതമാനങ്ങൾ കൊടുക്കുന്നു. ഇനി ഈ സെല്ലടക്കം, ഈ സെല്ലിലൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് 3ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്തതാണ് ഇവിടെ. ഇത് 3ഉം കൂടി സെലക്ട് ചെയ്യുന്നു, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുന്നു, ഡാറ്റ ക്ലിക്ക് ചെയ്യുന്നു, വാട്ട് ഈഫ് അനലൈസിസ് ഡാറ്റ ടേബിൾ. ഇനി റോ ഇൻപുട്ട്, റോ മീൻസ് ഈ റോകൾ 1, 2, 3, 4, 5 ഇത് ഇയർ റെപ്രസെൻ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഈ ഇയറിൻ്റെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. കോളം ഇൻപുട്ട് സെല്ലിൽ വരുന്നത് 8%, 10%, 12% കോളംസ് ആണ് വരുന്നത്. അപ്പം പേഴ്സൻറ്റേജുകളാണ് വരുന്നത്, അതായത് ഇൻട്രസ്റ്റ്. ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഈ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അതിൻ്റെ എമൗണ്ടുകൾ വരും, സംഖ്യകൾ കാണിച്ചു തരും. ഇതാണ് ഡാറ്റ ടേബിൾ. ഇനി അടുത്ത് പറഞ്ഞത് സെനാരിയോ മാനേജർ. സെനാരിയോ മാനേജർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റുകളുടെ പ്രൈസ് തന്നിട്ടുണ്ട്, ഇവിടെ പ്രോഡക്റ്റുകളും പ്രൈസും. ഇത് ഒരു വർഷത്തിലുള്ള ക്യാഷാണ്, എമൗണ്ടാണ്. ഈ നെക്സ്റ്റ് ഇയറിൽ ഇവിടെ എമൗണ്ട് ചേഞ്ചായി, ഈ പ്രോഡക്റ്റുകളുടെ എമൗണ്ട് ചേഞ്ചായി. അപ്പോൾ അത് ഇവിടെ തന്നെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തും കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് അത് കഴിഞ്ഞിട്ടുള്ള വർഷത്തിൽ ഇവിടെയും കൂടി വന്നാൽ ഇങ്ങനെ 3 വർഷത്തത് ഇവിടെ കമ്പയർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഡാറ്റകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെനാരിയോ മാനേജർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു വർഷത്തതാണ്, അടുത്ത വർഷത്തെ ഇത് ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി, ഡാറ്റകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെനാരിയോ മാനേജർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഡാറ്റ റിബൺ ക്ലിക്ക് ചെയ്യുക, വാട്ട് ഈഫ് അനലൈസിസ്
സെനാരിയോ മാനേജർ. ആഡ് ക്ലിക്ക് ചെയ്യുന്നു. സെനാരിയോനെ ഞാൻ 2010 എന്ന് കൊടുത്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി 2010 എന്നുള്ള വർഷത്തിലെ ടിവിയുടെ പ്രൈസ് 12,000 രൂപയായി മാറി. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ എന്നുള്ളത് 2,500 മാറി. മിക്സി എന്നുള്ളത് 3,000 മാറി. നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു വർഷത്തെ നമ്മൾ ആഡ് ചെയ്തു. ഈ 2015 വേറൊരു വർഷം കൊടുത്തു, 2015 എന്ന് കൊടുത്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് ഇവിടെ 2015 ടിവിയുടെ പ്രൈസ് 8,000 മാറി. പ്രൈസ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് 3,000 എന്നുള്ളത് 2,500 മാറി. നെക്സ്റ്റ് ഇവിടെ 4,500 മാറി. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വർഷം കൂടി ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ 2020 എന്ന് കൊടുത്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് ഇവിടുത്തെ പ്രൈസ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു. ടി വി 15,000, ഫാന് 4,000, മിക്സി 3,000 കൊടുത്തു. ഇങ്ങനെ ഓരോ വർഷത്തിൽ നിങ്ങൾ ആഡ് ക്ലിക്ക് ചെയ്യുക. ഇനി അവസാനത്തെ വർഷത്തെ ഇത് കഴിഞ്ഞു. ഇനി വേറെ വർഷങ്ങളില്ല എങ്കിൽ നേരെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വരും. 2010, 15, 20 ഇവിടെ കാണിക്കും. ഇതിൻ്റെ സമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സമ്മറി എന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ട് സെൽ ചോദിക്കും. റിസൾട്ട് സെല്ലിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ വരും. ഇതാണ് വന്നിട്ടുള്ളത്. ഇവിടെ 2010 ഡാറ്റ ഉണ്ട്, ഇവിടെ 2015 ഉണ്ട്, ഇവിടെ 2020 ഉണ്ട്. ഇത് നമ്മളൊരു ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹോമിൽ വന്ന് നമ്മൾ ഒരു ഓർഡർ ആക്കി സെൻറ്റർ കൊടുത്തു. ഇതിൻ്റെ കോളംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബോർഡേഴ്സ് എന്ന് കൊടുത്താൽ മതി കോളംസ്. ഇവിടെ നോക്കുന്ന സമയത്ത് 2010 ടിവിയുടെ പ്രൈസ് ഇതാണ് 12,000 ആണ്. 2015 അത് 8,000 മാറി. 2020 അത് 15,000, 15,000 ആയി. ഇനി ഇവിടെ ഫാനിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫാനിൽ മൊത്തത്തിൽ പറഞ്ഞ ഫാൻ ഇത് 2010 കണക്കാണ്. 2,500, 2,500, 15, ദെൻ 20, 4,000. മിക്സി നോക്കുകയാണെങ്കിൽ മിക്സി 2010 3,000, 2015 4,500, 2020 3,000. ഇങ്ങനെ നമുക്ക് ഡാറ്റകൾ കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ എല്ലാം കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, സെനാരിയോ ഉപയോഗിക്കുന്നത്. ഇവിടെ വരുന്ന കറണ്ട് വാല്യൂ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂസാണ്. ഇതാണ് സെനാരിയോ സമ്മറി അല്ലെ സെനാരിയോ മാനേജർ. ഇത് ഒരിക്കൽ കൂടി പറയാൻ പോവാണ്. ആദ്യം നമ്മൾ ഈ ഡാറ്റ സെലക്ട് ചെയ്തു. ഇനി ഡാറ്റ എന്ന റിബണിൽ വാട്ട് ഇഫ് അനലൈസിസ്, സെനാരിയോ മാനേജർ. ഇവിടെ നമ്മൾ ഓരോ വർഷത്തിങ്ങനെ കൊടുത്തു വെക്കുന്നു. ഓരോ വർഷം ഇവിടെ വർഷത്തിൻ്റെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് നമ്മൾ ആഡ് ചെയ്തു. പ്രൈസ് ആഡ് ചെയ്തു. ഇതുപോലെ പ്രൈസ് ആഡ് ചെയ്തു ഇവിടെ. അങ്ങനെ ഓരോ വർഷത്തിനും കൊടുത്തിട്ട് ലാസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി സമ്മറി ക്ലിക്ക് ചെയ്യുന്നു. സമ്മറി ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ബ്ലാങ്ക് സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സമ്മറി ഇവിടെ ലഭിക്കുന്നു. ഇതാണ് സെനാരിയോ മാനേജർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 1 ഗോൾ സീക്കാണ്, 2 ഡാറ്റ ടേബിളാണ്, 3 സെനാരിയോ മാനേജറാണ്. 3 കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും കൂടി ഉപകാരമാകും. താങ്ക് യു.